ആ ഉമ്മ അതൊന്ന് നോക്കണേ. ഇല്ല, എനിക്ക് വരാൻ കഴിയും തോന്നുന്നില്ല. അല്ലേലും അങ്ങനെയാണല്ലോ. വീട്ടിലൊരു പരിപാടി വെച്ച് എല്ലാരും വന്നാലും അനക്ക് കഴിയില്ല. 4 ഇഞ്ചക്ഷൻ ഒക്കെ ഇല്ലാതെ പറ്റില്ലല്ലോ. എന്തേലും ചെയ്യും. എനിക്കെന്നാ വിട്ടുകൂടെ ഈ ജോലി? എന്നാ എന്റെ കാര്യങ്ങളെങ്കിലും മര്യാദയ്ക്ക് നടക്കും. ഇതിപ്പോ അവിടെയില്ല, വീട്ടിലും ഇല്ല, എന്റെ കയ്യിലൊന്നുമില്ല. അല്ല, ആയിഷന്റെ സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് അറിഞ്ഞൂടാ. ഓളെന്തായാലും അമ്മനെ പോലെ ആരെയും ബുദ്ധിമുട്ടിക്കൂല. ഇനി അമ്മനെ വെറുതെ മടുപ്പിക്കണ്ട, കേറിക്കോ. എന്നിട്ട് നാളെ വല്ല സിക്ക് ലീവും പറഞ്ഞോ. എല്ലാരും വിചാരം ഈ ഇഞ്ചക്ഷൻ വെക്കലും മരുന്ന് കൊടുക്കലും മാത്രമാണ് നഴ്സിംഗ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പലതും ഉണ്ട്. അതല്ലാണ്ട് പിന്നെന്ത്? നിന്റെ സ്റ്റാറ്റസ് കണ്ടോ? എന്റെ ആയുഷിനേക്കാൾ ഒരു 10 വയസ്സ് കൂടുതൽ ഉണ്ടാവും പാർവതിക്ക്. വന്നപ്പോ അവള് ഫിസിക്കലും മെന്റലും ഒക്കെ ഫുള്ള് ഡൗൺ ആയിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ ഞങ്ങളെപ്പോലുള്ളവർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ആൻഡ് കെയർ ഉണ്ട്. ആളിപ്പോ ഹാപ്പിയാണ്, നാളെ ഡിസ്ചാർജ് ആവാൻ. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ട്. നീ ആ പാർവതിക്ക് വാങ്ങിയതേനി, ഇത് ആയുഷിന് കൊടുക്ക്. എന്നിട്ട് അവളോടൊന്ന് സംസാരിക്കേ. അപ്പോൾ നിങ്ങളിൽ നോൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ടും കെയറും എത്രത്തോളം ഉണ്ടെന്നും ഞങ്ങളൊക്കെ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.